ഇസ്രായേൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹോദരനെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ മോദിക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു. ഇസ്രായേൽ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. മോദി ഇസ്രായേലിൻ്റെ ഉറച്ച സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം ഇന്ത്യയെ മാറ്റിമറിച്ചുവെന്നും സെനറ്റ് സ്പീക്കർ അമീർ ഒഹാനയും പ്രശംസിച്ചു. മോദിയെ തൻ്റെ സുഹൃത്തു മാത്രമല്ല സഹോദരനാണ് എന്നും വിശേഷിപ്പിച്ച നെതന്യാഹു ലോകമെമ്പാടും പ്രശസ്തമായ മോദി ഹഗ്, അതായത് മോദിയുടെ ആലിംഗനം തനിക്ക് ലഭിച്ചതിന് സന്തോഷമുണ്ടെന്നും പാർലമെൻറ്റിൽ പറഞ്ഞു. മോദി ഇസ്രായേലിൻ്റെ വലിയൊരു സുഹൃത്തും ഇന്ത്യ ഇസ്രായേൽ സഖ്യത്തിൻ്റെ വലിയൊരു പോരാളിയുമാണ്. 140 കോടി ജനങ്ങളുള്ള വലിയ ശക്തിയാണ് ഇന്ത്യ. ഇസ്രായേൽ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രവൃത്തിയിലും വീര്യത്തിലും അത്ര തന്നെ വലുതാണെന്നും ഈ രണ്ട് ശക്തികളുടെയും സഖ്യം ഇരു രാജ്യങ്ങളുടെയും ശേഷി വർദ്ധിപ്പിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. മുൻപ് മോദിയുമായി മെഡിറ്ററേനിയൻ തീരത്ത് ചെലവഴിച്ച സമയം അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയായും സഹകരണം 3 ഇരട്ടിയായും വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. മോദി എന്നും സത്യത്തിനു വേണ്ടിയും ഇസ്രായേലിനൊപ്പവും നിന്നിട്ടുണ്ടെന്നും ലോകമെമ്പാടും ജൂത വിരുദ്ധത വർദ്ധിക്കുമ്പോഴും ജൂതസമൂഹം ഒരിക്കലും പീഡിപ്പിക്കപ്പെടാത്ത, അവരെ എപ്പോഴും സ്വാഗതം ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് ഇന്ത്യയോട് നെതന്യാഹു പ്രത്യേകം നന്ദിയും അറിയിച്ചു. ഇന്ത്യയും ഇസ്രായേലും ഇപ്പോൾ തങ്ങളുടെ കരുത്തിൻ്റെ കൊടുമുടിയിലാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിനിടെ ഇസ്രായേലിലെ പ്രതിപക്ഷ എംപിമാർ സഭ ബഹിഷ്കരിച്ചിരുന്നു. സുപ്രീം കോടതി പ്രസിഡന്റിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള ബഹുമാന സൂചകമായി മോദിയുടെ പ്രസംഗം കേൾക്കാൻ അവർ പിന്നീട് തിരികെ വരികയും ചെയ്തു. ടെലവീവിലെ ബെൻഗുറിയോൺ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ മര്യാദകളെല്ലാം മാറ്റിവെച്ച് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരിട്ട് വന്നിരുന്നു. ടെലവീവിലെ ഹോട്ടലിൽ വെച്ച് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി സംവദിക്കുകയും വിവിധ സാംസ്കാരിക പരിപാടികൾ വീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ച പുതിയ സഖ്യ രൂപീകരണ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ഹെക്സഗൺ ഓഫ് അലയൻസ് മുസ്ലിം ഉമ്മത്തിനെ വിഭജിക്കാനുള്ള നീക്കമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഈ സഖ്യം മുസ്ലിം ഉമ്മത്തിനെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും വിഭജിക്കാനും അതിൻ്റെ ഐക്യം തകർക്കാനുമുള്ള ശ്രമം ആണെന്നാണ് പാക് സെനറ്റ് ആരോപിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ടെലവീവ് സന്ദർശനത്തിന് മുന്നോടിയായാണ് നെതന്യാഹു ഹെക്സഗൺ ഓഫ് അലയൻസ് എന്ന സഖ്യത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ് കൂടാതെ പേര് വെളിപ്പെടുത്താത്ത ചില അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ഈ സഖ്യത്തിൻ്റെ ഭാഗം ആകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ നേതൃത്വം നൽകുന്ന റാഡിക്കൽ ഷിയ അച്ചുതണ്ടിനെയും ഐസിസുമായി ബന്ധപ്പെട്ട റാഡിക്കൽ സുന്നി അച്ചുതണ്ടിനെയും പ്രതിരോധിക്കുകയാണ് ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഒരേ ലക്ഷ്യങ്ങളും വെല്ലുവിളികളും നേരിടുന്ന രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലും പരിസരത്തുമായി ഒരു സഖ്യ സംവിധാനം രൂപീകരിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. നെതന്യാഹുവിൻ്റെ നീക്കത്തിനെതിരെ പാകിസ്ഥാൻ സെനറ്റ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ഇസ്രായേലിൻ്റെ ഈ പദ്ധതി ഒരു മുസ്ലിം വിരുദ്ധ സഖ്യമാണെന്നാണ് പ്രമേയത്തിൽ ആരോപിക്കുന്നത്.